എല്ലാവർക്കും നമ്മുടെ സ്കിന്ന് നല്ലതായിരിക്കണം, നല്ല വെളുത്തിരിക്കണം, നല്ല ഹെൽത്തി ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാവരും ഉണ്ടാവും അല്ലേ? അതിപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എല്ലാവർക്കും അവരുടെ സ്കിന്ന് നന്നായിരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എളുപ്പ വഴിയാണ് നോക്കുന്നത്. എന്താണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു മാർക്കറ്റിലൊരു ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണോ, ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് വെളുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടിപ്സൊക്കെ പറയുന്നത് വെച്ചാൽ അത് വെച്ച് നമുക്ക് വെളുക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് എല്ലാവരും എളുപ്പ വഴിയായിട്ട് ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഫോർമോസ്റ്റ് ആയിട്ട് മനസ്സിലാക്കണം, ഈ പുറമെ എന്തൊക്കെ ചെയ്തിരുന്നാലും നമ്മൾ ഉള്ളിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സ്കിന്നൊന്നും ഒരിക്കലും നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനോ നല്ല രീതിയിലാവാനോ ഒന്നും സാധിക്കില്ല. നമ്മളെപ്പോഴും ഒരു ഹെൽത്തി ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. നിങ്ങളിതുപോലത്തെ ജങ്ക് ഫുഡ്, ഓയിലി ഫുഡ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ബേക്കറി ഐറ്റംസ് അതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നല്ല ഹോംലി ആയിട്ടുള്ള ഹെൽത്തി ഫുഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതും ഡയറ്റ് ബാലൻസ്ഡ് ആയിരിക്കണം. നമുക്ക് ഡയറ്റിൽ പ്രോട്ടീൻ ഉണ്ടായിരിക്കണം. ഒരു 25 പോർഷൻ, ഒരു 25 പോർഷൻ കാർബോഹൈഡ്രേറ്റ് എടുക്കാം. ബാക്കി നിങ്ങൾ ലീഫ് വെജിറ്റബിൾസ് എടുക്കുക. ഡെയിലി ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നട്ട്സ് നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു 8 to 10 ഗ്ലാസ്സോളം വെള്ളം ഡെയിലി കുടിക്കുക. ഒരു 7 hours ഡെയിലി നിങ്ങൾ ഉറക്കം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നമുക്ക് മെൻ്റൽ സ്ട്രെസ്സൊന്നും ഇല്ലാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ നമുക്ക് അതിനെ കുറയ്ക്കാനായിട്ട് പല വഴികളും ഇപ്പോൾ അവൈലബിൾ ആണ്. മെഡിറ്റേഷൻ, യോഗ, മെൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കുന്ന പോഡ്കാസ്റ്റുകൾ, പല കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് മെൻ്റലി സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്ന് കുറഞ്ഞിരുന്നാൽ, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് നമ്മൾ ബാലൻസ്ഡ് ആക്കിയാൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ മുഖത്തൊക്കെ ഇട്ടിട്ടൊക്കെ ഈ നമ്മളുടെ സ്കിന്ന് നല്ലതാവത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന്, ഡെയിലി റുട്ടീനിലായിട്ട് നമുക്കിത് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീൻസ് ഒക്കെ ചെയ്യാം. ഡെയിലി ഫേസ് വാഷ് ചെയ്യാം. അതുപോലെ തന്നെ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങുന്ന സൺസ്ക്രീൻസ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഉള്ളിലോട്ട് കൊടുക്കുന്നതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ അതെല്ലാവരും മറന്നു പോകാറുണ്ട്. അതുപോലെ ഡെയിലി നിങ്ങൾ അരമണിക്കൂർ എക്സസൈസ് ചെയ്തിരിക്കണം. അതൊക്കെ നമുക്ക് സ്കിന്നിൽ ഡയറക്റ്റായിട്ട് ഇഫക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു ബാലൻസ് ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്തിരിക്കുക. പുതിയ പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോൾ അത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആണോ എന്ന് മാത്രം അറിഞ്ഞതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റിൽ തന്നെ നമ്മളെ സ്കിന്നിൽ അത് സ്യൂട്ട് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൽ തന്നെ ഒരു 6 months 1 year നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് എങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളത് കൺസിസ്റ്റൻ്റായിട്ട് ആ റുട്ടീൻ ഫോളോ ചെയ്ത് ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ.